ക്രാക്ട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആറാട്ടുകടവ് റെസിഡന്റ് അസോസിയേഷൻ ചാമ്പ്യന്മാർ. ചാലക്കുടി റെസിഡന്റ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സർക്കാർ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് ഏപ്രിൽ 21 മുതൽ ആരംഭിച്ച പി.വി. നളൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടന്നു. ഫൈനലിൽ ആറാട്ടുകടവ് റെസിഡൻസ് അസോസിയേഷനും ടൗൺ റെസിഡന്റ് അസോസിയേഷനും തമ്മിലാണ് മത്സരിച്ചത്. ആറാട്ടുകടവ് റെസിഡന്റ് അസോസിയേഷൻ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചു. ചാലക്കുടി നഗരസഭാ അതിർത്തിക്കുള്ളിൽ നിന്നുള്ള റെസിഡൻസുകളിലെ ടീമുകൾ തമ്മിലായിരുന്നു മത്സരം. 3ാം സ്ഥാനത്തിനായി നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ചേനത്തുനാട് റെസിഡൻസ് അസോസിയേഷൻ വിജയിച്ചു. 1ാം സമ്മാനം പി.വി. നളൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡും, 2ാം സമ്മാനം ലളിത കൃഷ്ണൻ കോന്തോത്ത് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 5,000 രൂപ ക്യാഷ് അവാർഡും, 3ാം സമ്മാനം കുന്നോളി റപ്പായി മാസ്റ്റർ എവറോളിംഗ് ട്രോഫിയും 3,000 രൂപ ക്യാഷ് അവാർഡും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും നൽകി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. ബിജു എസ് ചിറയത്ത്, വി ഒ വൈലപ്പൻ, മേരി നളൻ, കൃഷ്ണൻ കൊന്തോത്ത്, ക്രാക്ട് ഭാരവാഹികളായ ബീന ഡേവിസ്, നെൽസൺ പുത്തനങ്ങാടി, സിമി അനൂപ്, സ്മിജ സണ്ണി, ജോസ് തെക്കേക്കര, കെ സി രാമചന്ദ്രൻ, സണ്ണി പയ്യപ്പള്ളി, വിവിധ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ക്രാക്ട് വുമൺസ് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.